സിബിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. സിബി സെൻറ്റിമെൻസിൻ്റെ കാര്യത്തിൽ സിബി വളരെ വിദഗ്ധമായിട്ട് സിനിമ എടുക്കുന്നത്. പത്മരാജനിൽ താങ്കൾ കണ്ടൊരു പ്രത്യേകത എന്താണ്? പത്മരാജൻ തിങ്കളാഴ്ച നല്ല ദിവസം കണ്ടോ? സിനിമ കണ്ടോ? നല്ലൊരു സിനിമയല്ലേ അദ്ദേഹത്തിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതെ, അത് മാത്രമല്ല, ഞാൻ വലിയൊരു ഫാനായിരുന്നു പത്മരാജൻ്റെ. എം ടിയുടെ കാര്യം പറഞ്ഞു. ഈ നക്ഷത്രങ്ങളെ കാവലൊക്കെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ഷനിൽ ആദ്യം അഭിനയിക്കുന്നത് തിങ്കളാഴ്ച നല്ല ദിവസമാണ്. പുള്ളി ഇങ്ങനെ കഥ പറഞ്ഞെന്നല്ലാണ്ട് വേറെ ഒരു അങ്ങനെയുള്ള യാതൊരു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും വേണ്ടിയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ഈ ഭാഷ ചിലപ്പോൾ മാറിപ്പോവും, എല്ലാം കൂടി മിക്സ്ഡായി. ഇപ്പോൾ മലയാളം തന്നെ ഏത് മലയാളമാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, മനസ്സിലായോ? അപ്പോൾ ഈ തിരുവിതാംകൂർ ഭാഷ സംസാരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റി പറയുമ്പോഴത്തേന് പൊൻസേന്ന് അവിടെ ഇരുന്നോണ്ട് വിളിക്കും. വലിയ കാര്യമായിരുന്നു എന്നോട്. എനിക്കും അതുപോലെ തന്നെ വളരെ ആർട്ടിസ്റ്റിനൊന്നും ഒരു മൂട് കെടുത്തുന്ന ഒരു പ്രവൃത്തിയും പുള്ളി ചെയ്യില്ല. ചില ആൾക്കാരിങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പല പ്രാവശ്യം തെറ്റിയാൽ പോലും വളരെ റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്തൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ച നല്ല ദിവസം. ഈ ആരാധന അഭിനയിക്കുന്ന സമയത്തും നമ്മൾ ഓരോന്ന് പഠിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നും എല്ലാവരും പഠിച്ചു. അതെ അതെ അതെ. പക്ഷേ നമുക്ക് പല സംവിധായകരോടും തിരക്കഥാകൃത്തുക്കളോടും ഒക്കെ ആരാധന തോന്നാം. അങ്ങനെ ആരാധന തോന്നിയിട്ടും അഭിനയിക്കാൻ ചാൻസ് കിട്ടാതെ പോയ അവസരങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എം ടിയുടെ ഒത്തിരി ഞാൻ എം ടിയെ ചെറുപ്പകാലം മുതലേ എം ടി ആരാധിച്ചിരുന്നതാണ്. എം ടിയുടെ സിനിമകൾ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അഭിനയിച്ചു. നിർമാല്യ അല്ല, എനിക്കങ്ങനെ വന്നിട്ടില്ല. പത്മരാജൻ്റെ കൂടെ അഭിനയിച്ചു. മറ്റു ഭാഷകളിൽ നിന്നും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്നും ശരിക്കും ഓഫർ വരാത്തത് കൊണ്ടാണോ? അയ്യോ അല്ലല്ല. എനിക്ക് പണ്ട് മുതലേ ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ തന്നെ, അതായത് MGR ശിവാജി ഗണേശനൊക്കെ വലിയ സൂപ്പർ താരങ്ങളായിരിക്കുമ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നൊക്കെ നമ്മുടെ മലയാള സിനിമയെന്ന് പറയുന്നത് അന്ന് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ചുറ്റിപ്പറ്റി അവരുടെയൊക്കെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ ഞാനും ഉണ്ടാവും. അപ്പം വളരെ ബിസിയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെടാത്തതെന്നല്ല, എനിക്ക് മനസ്സുകൊണ്ട് ഒരു തൃപ്തിയല്ലാത്ത, പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ ഞാൻ പണത്തിനൊന്നും ഒരിക്കലും മുഖ്യത്വം, അതാണ് എനിക്ക് മെയിൻ. ഇപ്പം നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരെയും അറിയാം. അവരൊക്കെ പഴയ സേതു സാറായിരുന്നു, സേതുമാധവൻ സാറായിരുന്നാലും ശരി, ഭാസ്കരൻ മാഷായിരുന്നാലും ശരി, പി ഭാസ്കരൻ, എല്ലാവരുമായിട്ടൊക്കെ നല്ല ഒരു സ്നേഹവും ബഹുമാനവും കൊടുക്കുകയും നമ്മളോട് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നവരായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഇത് തമിഴ് സിനിമയിൽ പോയാൽ കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു സത്യത്തിൽ. അതുമുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവർ പെട്ടെന്ന് ഫ്രീ ആകുമ്പം പ്രൊഡ്യൂസറെ വിളിച്ച് ഇന്ന് ഷൂട്ടിങ് വെച്ചു എന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം റെഡിയായി ഇരിക്കണം എന്നൊക്കെയുള്ള. അത് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരവസ്ഥയില്ലല്ലോ. എല്ലാവരുടെയും ഡേറ്റൊക്കെ ഒത്തു കിട്ടിയിട്ടൊക്കെ അല്ലേ നമ്മൾ. പിന്നെ ഇവിടെ പണം വാങ്ങിക്കുന്ന കാര്യത്തിലുള്ള വ്യത്യാസം അല്ലാണ്ട് ആരും തമ്മിൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ. എല്ലാം നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയല്ലേ എല്ലാവരും പെരുമാറുന്നത്. ആ ഒരിതാണ് എനിക്കിഷ്ടം. അതിൽ നിന്ന് മാറി പണത്തിന് വേണ്ടിയിട്ട് പോയി അതെനിക്ക് പറ്റില്ല. ഒരുപക്ഷെ സിബി മലയിൽ ചിത്രങ്ങളിൽ താങ്കൾ അഭിനയിച്ച സിബി മലയിൽ ചിത്രങ്ങളിൽ ആ ഒരു കൂട്ടായ്മ, ലാൽ, സിബി മലയിൽ താങ്കൾ, ആ ഒരു കുടുംബം, ആ ഒരു കൂട്ടായ്മയായിരിക്കാം മലയാളത്തിലെ വലിയ വലിയ ഹിറ്റുകൾ പിറക്കാനുള്ള കാരണം. ആയിരിക്കാം. വലിയ പൊരുത്തം പോലെ തോന്നിയിരുന്നു. തിലകൻ ചേട്ടൻ, ലോഹി, അത് ഭയങ്കര പൊരുത്തമായിരുന്നു. പലരും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നോട്. അങ്ങനെ ലൊക്കേഷനിൽ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ദുഃഖം ഉണ്ടാവാറുണ്ടോ? കുറേ ദിവസം ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് പോകുമ്പോൾ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലായ്മ, ഒരു ചെറിയ നേരിയ ഒരു നീറ്റലുണ്ടാവും മനസ്സിന്. പിന്നെ അത് വീട്ടിൽ വരുന്ന വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ അതങ്ങോട്ട് മാറും. പിന്നെ അധികം നാളും ദിവസങ്ങളൊന്നും അങ്ങനെ കാണാണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു മലയാളത്തിൽ ഇപ്പോൾ പൊതുവെ നടിമാരുടെ കാര്യമായാലും താങ്കളെ കണ്ടുപഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും.
എന്നെ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? അങ്ങനെയല്ല, പക്ഷെ അത് അറിയില്ലല്ലോ, നമ്മൾ അറിയില്ലല്ലോ, അറിയുന്നത് വളരെ കുറവായിരിക്കാം. പക്ഷേ മലയാളത്തിൽ ഇപ്പോൾ പൊതുവേ നായിക പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണ് എന്നുള്ളൊരു ആരോപണവും ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യവുമാണ്. പക്ഷേ നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള നായികമാരില്ലാത്തതാണോ മലയാളത്തിൻ്റെ പ്രശ്നം എന്ന് ഞാൻ പറയില്ല. നായികമാരെ കണ്ടത് നല്ല, അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന നായികമാരൊക്കെ അവർ എല്ലാം തികഞ്ഞവരായിട്ടാണോ അവരെ കൊണ്ടുവരുന്നത്? നമ്മുടെ മലയാളത്തിലുള്ള പെൺകുട്ടികളെ കണ്ടെത്തണം, അവർക്ക് നല്ല കഥാപാത്രങ്ങൾ കൊടുക്കണം. പക്ഷെ നമ്മൾ കണ്ടെത്തുന്നവരെയും കൊണ്ട് മറ്റാളുകൾ പോകുന്നുണ്ടല്ലോ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോൾ. ഹീറോയിൻസിന് തന്നെ ഒരു പടം അഭിനയിച്ചു, രണ്ടാമത്തെ പടം അവർ അഭിനയിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അവരൊരു 5-10 വർഷം പണ്ടത്തെ പോലെ നിൽക്കാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ശാശ്വതമല്ല എന്നുള്ള ഒരു ബോധം പണ്ടത്തെ ആർട്ടിസ്റ്റുകളെ മാതിരിയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അതൊന്നും വിട്ടിട്ട് ഇത് അങ്ങ് ശാശ്വതമായ ഒരു ഫീൽഡല്ലല്ലോ. അപ്പോൾ ആവണ സമയത്ത് കുറച്ച് കാശുണ്ടാക്കുക, വിവാഹം കഴിച്ചു പോവുക എന്നുള്ളതായിരിക്കാം അവരുടെ ചിന്താഗതി. അപ്പോൾ അതിന് പിന്നെ പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ സമ്പാദിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. അവർ പണമാണ് മുഖ്യ ലക്ഷ്യം. പണം ആവശ്യമാണ് എന്നേ ഉള്ളൂ. എൻ്റെ മുഖ്യ ലക്ഷ്യം അതല്ല. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് ഒരിക്കലും അവരെ ഞാൻ തെറ്റ് പറയില്ല. കാരണം ഇവിടെ വളരെ തുച്ഛമായ അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ തുച്ഛമായ എമൗണ്ട് ആണെന്നുള്ളതാണ് സത്യം. പെണ്ണുങ്ങൾ വളരെ മോശമായ ഒരു ഹീറോയിൻ ആയിരുന്നാലും എല്ലാവരും കണക്ക് തന്നെ. അപ്പോൾ അതിലൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ അത് എല്ലാ ബിസിനസ്സും അങ്ങനെയല്ലേ. എന്ത് തരത്തിൽപ്പെട്ട ബിസിനസ്സായാലും ലാഭം കൂടുതൽ കിട്ടുമ്പോൾ അത് ആ വഴിക്കല്ലേ നീങ്ങുള്ളൂ. അതൊരു തെറ്റെന്ന് പറയാനാവില്ലല്ലോ. അതിലുപരി പിന്നെ ചേച്ചി പറയുന്നു, ഞാൻ അതിനെ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ചേച്ചിക്ക് അത് മലയാളം അതിൻ്റെതായ ഒരു സ്ഥാനവും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് കുറിച്ച് ആരോപണങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വരാറ്. നമുക്കറിയാം, ആരോപണത്തിൻ്റെ കാര്യമില്ല. പിന്നെ അവർക്കും ഈ പറയുന്ന പോലെ ഈ അങ്ങനെയുള്ള നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി 1-2 പേര് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യമാണല്ലോ. അത് തന്നെ പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു നല്ല ശേഷം ഒരു ശക്തമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റിയ നടിമാര് വന്നില്ല. അത് കൊടുത്താലല്ലേ അറിയുള്ളൂ. ഒരു വശത്തുണ്ടെങ്കിലും മഞ്ജു വാര്യരും ഇങ്ങനെ വന്ന കുട്ടിയല്ലേ, അസാധ്യ ഒരു നടിയായിരുന്നു. ഏത് കഥാപാത്രവും അഭിനയിക്കാൻ കഴിവുള്ള, ആകെ നരന്തുപോലെ ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ അവൾ സ്ക്രീനിൽ വരുമ്പോഴുണ്ടല്ലോ ആ ഒരു അസാധ്യ വ്യക്തിത്വമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഫസ്റ്റ് പടം കണ്ടപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, സിബി ഉണ്ടായിരുന്നെന്ന്. ആദ്യത്തെ പടമാണെന്ന് ഒരിക്കലും തോന്നില്ലല്ലോ. ആ കുട്ടി അഭിനയിച്ച ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. കവിയൊക്കെ ആ റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുള്ള കിട്ടുന്നില്ല, സോഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ടാണോ ആരും കഥ എഴുതാത്തത്? അത് ചെയ്യാനുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ. പണ്ടൊക്കെ നോവലോ ഇതൊക്കെ എടുത്തിട്ട് അതിനെ പറ്റിയ ആർട്ടിസ്റ്റിനെ ഇടുകയായിരുന്നു. നല്ല തിരക്കഥാകൃത്തുക്കളുടെ ഉള്ളിൽ സംവിധായകന്റെ മോഹം വരുമ്പം തിരക്കഥയില്ല, സംവിധാനമില്ല എന്നുള്ള സ്ഥിതി വരുന്നുണ്ട്. നമുക്കത് പരസ്യമായി കാണുന്നതാണ്. ആരും പരസ്യമായി അങ്ങനെ പറയാറില്ല, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ പറയില്ല. അതൊക്കെ ഒരു പ്രധാന കാരണം തന്നെയാണ്. നല്ല കഥകൾ ഇവിടെ വരുന്നില്ല. എല്ലാം ഒരു പൊള്ളയായ ആരോപണങ്ങൾ, അതൊന്നും ശരിയല്ല. നമ്മുടെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതിനെ കണ്ടെത്തണം. മഞ്ജു വാര്യർ എങ്ങനെ വന്നു അതുപോലെ നല്ല ആർട്ടിസ്റ്റുകളെ കണ്ടെത്തണം. കേരളത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളില്ല എന്നാ പറയണേ. പിന്നെ അതിനുപരി മറ്റു പ്രശ്നങ്ങൾ സിനിമാ ഫീൽഡിൽ തന്നെയുള്ള സംവിധായകരും നിർമ്മാതാക്കളുമായുള്ള പ്രശ്നങ്ങൾ, നടന്മാരായിട്ടുള്ള പ്രശ്നങ്ങൾ, പുതിയ സംഘടനകൾ, ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പുതിയ ആളുകൾ ഈ ഫീൽഡ് വേണമെന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതെ, അത് കറക്റ്റാണ് പറഞ്ഞത്, വളരെ കറക്റ്റാണ്. എന്തിനാണിതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സംഘടനയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് വന്നൊരു
ആർട്ടിസ്റ്റാണ്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും തമ്മിൽ വളരെ സ്നേഹവും സന്തോഷവും. എന്തിനാണ് ഈ ഓരോരുത്തർക്ക് ഈ സംഘടനയിൽ നിന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ കേട്ടോ, എനിക്കറിയില്ല. കാരണം ടെക്നീഷ്യൻസ് മാത്രമല്ല സിനിമ, അവർ മാത്രം വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല, ആർട്ടിസ്റ്റ് മാത്രം വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു റിസൾട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ എനിക്കറിയില്ല ഈ മാറിയുള്ള ഒരു സംഘടനയും കാര്യങ്ങളും